അപ്പസ്തോലിക സഭ യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഈ സന്ദേശത്തിൻ്റെ പൂർണ്ണരൂപം കമൻറ്റ് ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ലഭിക്കും. കേഫായുടെ വിശ്വാസ പ്രഖ്യാപനത്തിനുമേൽ സ്ഥാപിക്കപ്പെട്ടതാണ് ആദിമസഭ. മിശിയാഹിൻ്റെ സഭയെന്നും അപ്പസ്തോലിക സഭയെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ആദിമസഭയെക്കുറിച്ച് അപ്പസ്തോലനായ ശൗൽ നൽകുന്ന വെളിപ്പെടുത്തൽ ഇതാണ്: അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് മിശിയാഹാണ്. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. യേശുവയുടെ സഭ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലാണ്. അപ്പസ്തോലിക സഭയെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന സത്യമാണിത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റു ചില വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആയതിനാൽ യേശുവ സ്ഥാപിച്ച സത്യസഭയെ സംബന്ധിക്കുന്ന സമഗ്രമായ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. താൻ സ്ഥാപിക്കാനിരിക്കുന്ന സഭയെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ശിമയോനോട് യേശുവ പറഞ്ഞ വാക്കുകളാണിത്. യേശുവ പറഞ്ഞ പാറ ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ വചനം ശ്രദ്ധിക്കുക. ഞാൻ നിന്നോട് പറയുന്നു, നീ കേഫായാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. നീ കേഫായാണ് എന്ന് യേശുവ പറഞ്ഞത് ശിമയോൻ എന്ന് പേരുണ്ടായിരുന്ന ശിഷ്യനോടാണ്. അന്നു മുതൽ അവൻ കേഫ എന്ന് വിളിക്കപ്പെട്ടു. കേഫ എന്ന വാക്കിൻ്റെ അർത്ഥം പാറ, കല്ല് എന്നിങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ യേശുവയുടെ സഭ സ്ഥാപിതമായിരിക്കുന്നത് ആരുടെ മേലാണെന്ന് വ്യക്തം. ശൗൽ അടക്കമുള്ള അപ്പസ്തോലന്മാർ ശിമയോനെ സംബോധന ചെയ്തിരിക്കുന്നത് കേഫ എന്നായിരുന്നുവെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കേഫ എന്ന പേരും സഭയെ നയിക്കാനുള്ള ഉത്തരവാദിത്വവും യേശുവായിൽ നിന്ന് ശിമയോന് ലഭിച്ച വലിയൊരു അംഗീകാരമായിരുന്നു. ശിമയോൻ നടത്തിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ അംഗീകാരത്തിന് അവനെ പ്രാപ്തനാക്കിയത്. ഇവിടെ നാം ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് യേശുവായെ സംപ്രീതനാക്കിയ ആ വിശ്വാസ പ്രഖ്യാപനം എന്തായിരുന്നു എന്നാണ്. അതിനുശേഷം യേശുവായുടെ സഭയെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് കടക്കാം. ശിമയോൻ എന്ന ശിഷ്യന് കേഫ എന്ന് പേര് ലഭിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കുന്ന സംഭവം ഇങ്ങനെയാണ് ബൈബിളിൽ വിവരിച്ചിരിക്കുന്നത്. യേശുവ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയാഹ് എന്നും വേറെ ചിലർ ഇരമിയാഹ് അല്ലെങ്കിൽ പ്രവാചകന്മാരിലൊരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിയാഹാണ്. യേശുവ അവനോട് അരുളി ചെയ്തു, ബർ യോന ശിമയോനെ, നീ അനുഗ്രഹീതൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ കേഫായാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ മിശിയാഹാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് ശിഷ്യന്മാരോട് യേശുവ ചോദിച്ചപ്പോൾ അവർ ജനങ്ങളിൽ നിന്ന് കേട്ട അഭിപ്രായങ്ങൾ അവനെ അറിയിച്ചു.
സ്നാപക യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടതാണെന്ന് ജനങ്ങളിൽ ചിലർ യേശുവായെക്കുറിച്ച് പറഞ്ഞതായി ശിഷ്യന്മാർ കേട്ടിരുന്നു. ഏലിയാഹാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റു ചിലർ പറഞ്ഞത് ഇരമിയാഹോ പ്രവാചകന്മാരിലൊരുവനോ ആണെന്നാണ്. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതും ഇസ്രായേൽക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ മിശിയാഹാണ് യേശുവ എന്ന് ആരും പറഞ്ഞില്ല. അതായത് യേശുവായെ ആയിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിഞ്ഞത് ശിമയോൻ മാത്രമാണ്. ഇവിടെ വായിക്കപ്പെടേണ്ട മറ്റൊരു വചനമുണ്ട്. യേശുവ അറിയിച്ച വചനമിതാണ്: ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവ മിശിയാഹിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. നിത്യജീവൻ സ്വന്തമാക്കാൻ അടിസ്ഥാനപരമായി ഒരുവൻ അറിഞ്ഞിരിക്കേണ്ടത് എന്തോ അതാണ് ശിമയോനിൽ നിന്ന് യേശുവ കേട്ടത്. ഏകസത്യ ദൈവത്തെയും അവൻ്റെ മനുഷ്യാവതാരത്തെയും ശിമയോൻ അറിയുകയും ആ അറിവ് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അവൻ അന്നവിടെ പ്രഖ്യാപിച്ചത് നിത്യജീവനെ സംബന്ധിക്കുന്ന യഥാർത്ഥ സത്യമാണ്. ഈ പ്രഖ്യാപനം ശിമയോനെ മറ്റ് ശിഷ്യന്മാരിൽ നിന്നും വേറിട്ടവനാക്കി. കേഫ എന്ന പേര് അവന് ലഭിക്കുകയും ചെയ്തു. യേശുവായെ പ്രവാചകനായും ചരിത്ര പുരുഷനായും നവോത്ഥാന നായകനായും മഹാനായുമൊക്കെ അംഗീകരിക്കുന്ന അനേകർ ഇന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും അംഗീകാരങ്ങൾ യേശുവായ്ക്ക് നൽകിയതുകൊണ്ട് ആരെങ്കിലും ശ്രേഷ്ഠരായി പരിഗണിക്കപ്പെടുകയോ നിത്യജീവൻ അവകാശമാക്കുകയോ ചെയ്യില്ല. ഇത്തരം വിശേഷണങ്ങൾ യഥാർത്ഥത്തിൽ യേശുവായ്ക്ക് ബഹുമതി അല്ല, അവമതിയാണ്. കാരണം രാഷ്ട്രത്തലവനെ പഞ്ചായത്ത് മെമ്പർ എന്ന് സംബോധന ചെയ്യുന്നത് പോലെയാണത്. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ശിമയോനെ പോലെ യേശുവ മിശിയാഹിനെ അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുകയും ഏറ്റുപറയുകയും വേണം. യേശുവ ഏകസത്യ ദൈവമാണെന്നും ആ ദൈവം പരിപൂർണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നുവെന്നും തന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പാപമോചനവും രക്ഷയും നൽകാൻ അവൻ തന്നെ ബലിയായി അർപ്പിച്ചുവെന്നും അവൻ ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും കൈയാളുന്ന ഏക ദൈവമാണെന്നും തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരുമെന്നും ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി 1000 വർഷം അവൻ ഭരിക്കുമെന്നും അവൻ തന്നെയാണ് അന്ത്യവിധി നടപ്പാക്കുന്നതെന്നും അംഗീകരിക്കുമ്പോഴാണ് ഒരുവൻ യേശുവായെ അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്നത്. ഈ അവസ്ഥയിൽ യേശുവായെ അംഗീകരിച്ച് അവൻ്റെ പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർക്ക് അവൻ്റെ സഭയിൽ അംഗത്വം ലഭിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അവൻ്റെ സഭയിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ യേശുവായെ അംഗീകരിക്കുന്ന കാലത്തോളം ഒരുവൻ അവൻ്റെ സഭയിൽ അംഗമാണ്. യേശുവായുടെ സഭയിൽ അംഗമാകാൻ ഒരുവൻ എന്തെല്ലാം വിശ്വസിക്കണമോ അതെല്ലാം ഒറ്റ വാചകത്തിൽ സംഗ്രഹിച്ചുള്ള പ്രഖ്യാപനമാണ് ശിമയോൻ നടത്തിയത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിയാഹാണ് എന്ന പ്രഖ്യാപനത്തിൽ മനുഷ്യപുത്രനെ സംബന്ധിക്കുന്ന സകല സത്യങ്ങളും വിളംബരം ചെയ്യപ്പെടുന്നു. എന്തെന്നാൽ ഇസ്രായേലിന് പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മിശിയാഹിൻ്റെ അസ്തിത്വം അതാണ്. ഏകസത്യദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നത് മുതൽ അന്ത്യവിധി വരെയുള്ള മിശിയാഹിൻ്റെ ഓരോ ദൗത്യവും പ്രവാചകന്മാർ വഴി മുൻകൂട്ടി ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്. ആ മിശിയാഹാണ് യേശുവ എന്ന തിരിച്ചറിവാണ് രക്ഷയിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യപടി. ഈ അർത്ഥത്തിൽ പരിഗണിക്കപ്പെട്ടാൽ ആദ്യത്തെ ക്രിസ്ത്യാനി ശിമയോനാണ്. ശിമയോൻ നടത്തിയ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ഇണങ്ങിയ വാഗ്ദാനം അവന് യേശുവായിൽ നിന്ന് ലഭിച്ചു. യേശുവായുടെ വാഗ്ദാനം എന്തായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഞാൻ നിന്നോട് പറയുന്നു, നീ കേഫായാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. വാഗ്ദാനം എന്നാൽ ഭാവിയിൽ നൽകും എന്ന പ്രഖ്യാപനമാണ്. അതായത് സഭ സ്ഥാപിക്കും എന്നാണ് യേശുവ പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനത്തിന് ഒരു തുടർച്ചയുണ്ടായിരുന്നു. അത് നാം കാണുന്നത് യേശുവായുടെ
പുനരുദ്ധാനത്തിന് ശേഷമാണ്. കേഫായുടെ വിശ്വാസ പ്രഖ്യാപനത്തിനുമേൽ സ്ഥാപിക്കപ്പെടുന്ന സഭയെ കെട്ടിപ്പടുക്കാനും നയിക്കാനുമുള്ള ഉത്തരവാദിത്തം ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമായിരുന്നു അത്. ഈ ഉത്തരവാദിത്തം ഭരമേൽപ്പിക്കുന്നതിന് മുൻപും കേഫായെ കൊണ്ട് മറ്റൊരു പ്രഖ്യാപനം കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സംഭവം യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ ശിമയോൻ എന്ന കേഫായോട് യേശുവ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഊനാഥ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശുവ അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയിക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഊനാഥ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് കേഫ ദുഃഖിതനായി. അവൻ പറഞ്ഞു, നാഥ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശുവ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 21 അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെ ആയിരിക്കണം എന്ന് കേഫായിലൂടെ യേശുവ വ്യക്തമാക്കുകയായിരുന്നു എന്നാണ്. യേശുവയുടെ സഭ സ്ഥാപിതമാകുന്നതിന് മുൻപ് ആ സഭയുടെ സംസ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമീകരണങ്ങളുടെ നാൾ വഴിയാണ് ഇതുവരെ നാം ഇവിടെ മനസ്സിലാക്കിയത്. ശിമയോന്റെ വിശ്വാസ പ്രഖ്യാപനത്തിനുമേൽ സ്ഥാപിക്കപ്പെടാനിരിക്കുന്ന സഭയുടെ ഭാഗമാകാൻ ഒരുവന് സാധിക്കുന്നത് ആ വിശ്വാസം സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. രക്ഷ പ്രാപിക്കാനും രക്ഷയിലേക്ക് പ്രവേശിച്ചവരുടെ സമൂഹമായ സഭയിൽ അംഗമാകാനും ഒരുവന് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വ്യക്തതയോടെ പ്രഖ്യാപിച്ചതും ശിമയോൻ എന്ന കേഫായാണ്. കേഫ പ്രഖ്യാപിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ ആരെയും യേശുവ അനുവദിച്ചിട്ടില്ല. എന്തെന്നാൽ കെട്ടാനും അഴിക്കാനും കേഫായ്ക്ക് അധികാരം നൽകിയത് യേശുവയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന പ്രഖ്യാപനത്തിലൂടെ കേഫായ്ക്ക് ഒരു അധികാരം നൽകുകയാണ് യേശുവ ചെയ്തത്. ഈ ഭൂമിയിൽ കേഫ കെട്ടിപ്പടുക്കുന്ന സഭയ്ക്ക് സ്വർഗത്തിൻ്റെ അംഗീകാരം ഉണ്ടായിരിക്കുമെന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും കൈയാളുന്ന യേശുവ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. കേഫായ്ക്ക് മാത്രമായി യേശുവ നൽകിയ അധികാരമാണിത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ശിമയോൻ എന്ന കേഫായ്ക്ക് ലഭിച്ച അംഗീകാരം എന്നത് അവൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള അംഗീകാരമായിരുന്നു. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരുവനാണ് തൻ്റെ സഭയുടെ ചുമതല വഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സഭയിൽ അംഗങ്ങളാകുന്നവരും സമാന വിശ്വാസം പിന്തുടരുന്നവരായിരിക്കും. അതായത് വിശ്വാസത്തിൽ അഴകുഴമ്പൻ നിലപാടുള്ള ഒരുവനല്ല, കാർക്കശ്യ നിലപാടുള്ള ഒരുവനെയാണ് തൻ്റെ സഭ കെട്ടിപ്പടുക്കാനും അതിനെ നയിക്കാനും യേശുവയ്ക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശിമയോനെ കൊണ്ട് 3 വട്ടം ആവർത്തിച്ച് വിശ്വാസം ഏറ്റുപറയിക്കുകയും പാറ അഥവാ കല്ല് എന്നർത്ഥമുള്ള കേഫ എന്ന് അവന് പേര് നൽകുകയും ആ പാറമേൽ തൻ്റെ സഭ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാൻ യേശുവ തയ്യാറായി. കേഫ പ്രഖ്യാപിച്ചതെന്തോ അതാണ് യേശുവയുടെ സഭയുടെ എക്കാലത്തെയും നിയമം. എന്തെന്നാൽ കേഫായുടെ പ്രഖ്യാപനത്തിന് ഭൂമിയിലും സ്വർഗത്തിലും അപ്രമാദിത്യ അധികാരം കൽപ്പിച്ചു നൽകിയത് യേശുവയാണ്. നാം മനസ്സിലാക്കിയതുപോലെ യേശുവയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും കൈയാളുന്ന ഏകദൈവം. ഈ ദൈവത്തിൽ നിന്നുള്ള അംഗീകാരപത്രമാണ് കേഫായ്ക്ക് ലഭിച്ചത്. നാം ആദ്യം വായിച്ച വചനത്തിൽ
യേശുവ ഒരു കാര്യം കേഫായോട് വ്യക്തമാക്കുന്നുണ്ട്. കേഫായുടെ വിശ്വാസ പ്രഖ്യാപനത്തോടുള്ള പ്രതികരണമായാണ് യേശുവ അത് വ്യക്തമാക്കിയത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് കേഫ പറഞ്ഞപ്പോൾ മനുഷ്യനായ യേശുവ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങൾ ഇവയാണ്. യേശുവ അവനോട് അരുളി ചെയ്തു, ബർ യോന ശിമയോനെ, നീ അനുഗ്രഹീതൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ കേഫായാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പാതാള ഗോപുരങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 16-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗസ്ഥനായ പിതാവാണ് ശിമയോന് സത്യം വെളിപ്പെടുത്തി കൊടുത്തത് എന്നതാണ് യേശുവയുടെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാമത്തേത്. സ്വർഗത്തിലെ ദൈവമാണ് വെളിപ്പെടുത്തിയതെങ്കിൽ ഈ പ്രഖ്യാപനത്തെ പരിഗണിച്ചുകൊണ്ടാണ് കേഫായുടെ മേൽ യേശുവ തൻ്റെ സഭ സ്ഥാപിച്ചതെങ്കിൽ കേഫ പ്രഖ്യാപിച്ചത് ആ സഭയുടെ എന്നേക്കുമുള്ള നിയമമാണ്. അതായത് ശിമയോൻ എന്ന കേഫ നടത്തിയ ഈ പ്രഖ്യാപനത്തിന് സ്വർഗത്തിൻ്റെ പരിപൂർണമായ അംഗീകാരമുണ്ടെന്ന് യേശുവ ഇവിടെ ഉറപ്പു നൽകുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളവും ക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിച്ചിടത്തോളവും യേശുവയുടെ ഉറപ്പാണ് പരമപ്രധാനം. കേഫായുടെ പ്രഖ്യാപനത്തെ ഓരോ ക്രിസ്ത്യാനിയും നെഞ്ചിലേറ്റണമെന്നും തൻ്റെ സഭയ്ക്ക് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു പ്രബോധനമില്ലെന്നും കൂടി യേശുവ ഇവിടെ വ്യക്തമാക്കുന്നു. കേഫായോട് യേശുവ നടത്തിയ മറ്റൊരു പ്രഖ്യാപനമാണ്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്നത്. ഈ പ്രഖ്യാപനത്തിലൂടെ യേശുവ സ്ഥിരീകരിക്കുന്നത് കേഫ കെട്ടിപ്പടുക്കുന്ന സഭയ്ക്ക് സ്വർഗത്തിലും അംഗീകാരമുണ്ടായിരിക്കും എന്നാണ്. ആദ്യത്തെ ക്രൈസ്തവ സമൂഹം ഉണ്ടായത് കേഫായുടെ പ്രസംഗത്തെ തുടർന്നാണെന്ന് നമുക്കറിയാം. ആദ്യ പ്രസംഗത്തിൽ കേഫ നടത്തിയ ഒരു സുപ്രധാന പ്രഖ്യാപനം ശ്രദ്ധിക്കുക. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവ മശിയാഹിൻ്റെ പേരിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 38-ാം വാക്യം. കേഫായുടെ ഈ പ്രഖ്യാപനത്തെ ആഹ്വാനമായി സ്വീകരിച്ചവരുടെ സമൂഹമാണ് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം. കേഫ ഭൂമിയിൽ കെട്ടിയത് സ്വർഗത്തിലും കെട്ടപ്പെട്ടു. കേഫ ഈ ഭൂമിയിൽ സഭയെ കെട്ടിപ്പടുത്തത് യേശുവയോട് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ആ സഭ ഒറ്റ സമൂഹമായിരുന്നു. യേശുവയോട് ചേർന്ന് നിന്ന കാലത്തൊരിക്കലും അതിൽ മാറ്റമുണ്ടായിട്ടില്ല. കേഫായുടെ പ്രബോധനത്തിനുമേൽ കെട്ടിപ്പടുക്കപ്പെട്ട സഭയെക്കുറിച്ച് ബൈബിളിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അവൻ മറ്റ് പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദൈവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാകുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ യേശുവ അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 2-ാം അധ്യായം 40 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. യേശുവായോട് ചേർന്ന് കേഫായുടെ നേതൃത്വത്തിൽ അപ്പസ്തോലന്മാർ കെട്ടിപ്പടുത്ത സഭ ഇതായിരുന്നു.
തൻ്റെ സഭയെ കെട്ടിപ്പടുക്കാനുള്ള ചുമതല കേഫായെ ഭരമേൽപ്പിച്ചപ്പോൾ യേശുവ എന്തെല്ലാം കൽപ്പിച്ചുവോ ആ കൽപ്പനകളിൽ നിന്ന് ഇടംബലം തിരിയാതെയാണ് അപ്പസ്തോലന്മാർ പ്രവർത്തിച്ചത്. അക്കാലത്തെല്ലാം യേശുവ സഭയോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് അടയാളങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിടയനും ഒരു തൊഴുത്തും എന്ന അവസ്ഥയിൽ നിലനിന്നു എന്നതാണ് സഭയോട് കൂടെ യേശുവ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം. മാത്രവുമല്ല, അന്നുവരെ ഒരിക്കൽ പോലും പാതാള ഗോപുരങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെട്ടിട്ടില്ല. യേശുവയോട് കൂടെ ശേഖരിക്കുമ്പോൾ ചിതറിക്കപ്പെടുകയില്ലെന്നും അവനെ കൂടാതെ ശേഖരിക്കുമ്പോൾ ചിതറിക്കപ്പെടുമെന്നുമുള്ള സത്യം നാം അറിഞ്ഞിരിക്കണം. യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യം. അപ്പോസ്തോലിക സഭ ഇടംബലം വ്യതിചലിക്കാതെ യേശുവായോട് ചേർന്ന് നിന്നപ്പോൾ ചിതറിക്കപ്പെടുകയോ വിഭജിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. യേശുവായെ തള്ളിക്കളഞ്ഞതോടെയാണ് വിഭജനവും ചിതറിക്കപ്പെടലും ആരംഭിച്ചത്. യേശുവായുടെ പരിശുദ്ധമായ പേര് മഹത്വപ്പെടട്ടെ.